എന്റെ മോള് ഇപ്പൊ 6ാം ക്ലാസ്സിലാണ്. ഒരുപാട് ട്യൂഷൻസ് കൊടുത്ത് ഒട്ടും തന്നെ മലയാളം വായിക്കാൻ അറിയില്ലായിരുന്നു. അക്ഷരങ്ങളും ചിഹ്നങ്ങളും ഒന്നും അറിയില്ലായിരുന്നു. ഇപ്പൊ ഇംഗ്ലീഷിൽ വന്നിട്ട് 2 മാസമായി. നല്ല മാറ്റമുണ്ട് മോക്ക്. അമീന മിസ്സാണ് പഠിപ്പിക്കുന്നത്. ഇത് റിയാന്റെ മോന്റെ പേര്. 5 ദിവസമായി ചേർത്തിട്ട് ഓന് നല്ല മാറ്റം കാണുന്നുണ്ട്. ഓനൊട്ട് വായിക്കാൻ അറിഞ്ഞിട്ടുണ്ടായിട്ടില്ല. 6ാം ക്ലാസ്സിലാണ് ഇപ്പൊ. പക്ഷെ നല്ല മാറ്റമുണ്ട് ഓനിക്ക്. ക്ലാസ്സിൽ ഇരിക്കാൻ തന്നെ ഓനിക്ക് നല്ല ഇൻട്രസ്റ്റ് ഉണ്ട്. ഓന് CBSE പഠിച്ചത്. പക്ഷെ ഓനിക്ക് ഒട്ടൊന്നും മനസ്സിലായിട്ടില്ല. ആ സ്കൂളിൽ തന്നെ ഓൻ എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ സ്കൂളിൽ ഞാൻ എടുത്ത് എന്നിട്ടിപ്പോ CBSE കേരള സിലബസിലാണ് കൊണ്ട് ചേർക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ എനിക്കിപ്പോ നല്ല മാറ്റമുണ്ട്. ഇത് 4 ദിവസത്തിനുള്ളിൽ ഞാൻ അവനെ വായിക്കാൻ തുടങ്ങി. മേമ പറയുന്നത് കാണാതെ എഴുതാൻ കഴിയുന്നു എനിക്ക്. എനിക്ക് ക്ലാസ്സിലിരിക്കാൻ നല്ല ഇൻട്രസ്റ്റ് ഉണ്ട്. ഞായറാഴ്ച അവന് ചോദിക്കും, അമ്മ ഇന്ന് ക്ലാസ് ഉണ്ടാ, അങ്ങനെല്ലാം ചോദിക്കുന്നുണ്ടോ അവന്. മോന് ഒത്തിരി മാറ്റങ്ങളുണ്ട്. കാരണം വേർഡുകൾ കൂട്ടി വായിക്കാൻ പോലും അറിയാത്ത സ്റ്റേജിലായിരുന്നു എന്റെ മോനെ ഇംഗ്ലീഷിലേക്ക് ചേർത്തത്. ഇപ്പൊ അവന് വേർഡുകൾ കൂട്ടി വായിക്കാൻ തുടങ്ങി. അതിലുപരിയായിട്ട് അവന്റെ മുഖത്തെ സന്തോഷം, ഇപ്പൊ അവന്റെ മുഖത്തെ സന്തോഷം. ഒരു കാലത്ത് നല്ല സന്തോഷമുള്ള ഒരു കുട്ടിയായിരുന്നു. പിന്നീട് അത് ബാക്കിലേക്ക് പോയി. പിന്നെ അവനൊരു സങ്കടം, ദേഷ്യം ഇതൊക്കെയായിരുന്നു. എന്റെ അൻസലീന മാം എത്ര പറഞ്ഞ് നന്ദി പറഞ്ഞാലും എനിക്ക് സാറിനോടും മാമിനോടും ഒത്തിരി നന്ദിയുണ്ട്. കാരണം എന്റെ കുഞ്ഞിന്റെ മുഖത്തെ സന്തോഷം, അവന്റെ വേർഡുകളും എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് സാർ. മുമ്പ് എനിക്ക് കിട്ടിയത് എന്റെ മോന് ഒത്തിരി ഇതാവുമായിരുന്നു. അവന് ഒത്തിരി, കാരണം ആൾക്കാരുടെ മുന്നിൽ അവന് സംസാരിക്കാൻ ഒരു സങ്കടമായിരുന്നു, ഒരു ഉൾവലിഞ്ഞ സ്വഭാവമായിരുന്നു. പിന്നെ വീട്ടിലാണെങ്കിൽ സ്ഫുടതയോടെ സംസാരിക്കാത്തത് കൊണ്ട് ഞങ്ങൾ അടക്കം എല്ലാരും ഇങ്ങനെ തറപ്പിച്ച് മോനെ. അത് പിന്നെ അവൻ സംസാരം കുറവായിരുന്നു. ഇപ്പൊ അവന് നന്നായി സംസാരിക്കാൻ ഇതാക്കുന്നുണ്ട്. അത് സാറിനോട് അൻസലീന മാമിനോട് ഒത്തിരി കടപ്പെട്ടുണ്ട്. ഞാൻ എന്റെ വെറും വാക്കല്ല, നിറഞ്ഞ മനസ്സോടെയാണ് ഞാൻ പറയുന്നത്. ഒത്തിരി താങ്ക്സ് ഉണ്ട്. കാരണം ഞാനിപ്പോ എന്റെ മോന്റെ പാരന്റ്സ് മീറ്റിങ്ങിന് പോയപ്പോ 2-3 ടീച്ചേഴ്സിനോട് പറഞ്ഞു, സാർ ഇങ്ങനെ പുറകോട്ടുള്ള കുട്ടികളെ സാർ ഇല്ലേക്ക് ചേർക്കണം. ഞാൻ എന്റെ ഇത് വെച്ചിട്ട് തന്നെ ഞാൻ പറഞ്ഞു, ഒരു ഇതും വിചാരിക്കില്ല ടീച്ചറെ, ഇനി ഇങ്ങനെ കുട്ടികൾ പുറകോട്ടുള്ള ടീച്ചർ പാരന്റ്സിനോട് പറയണം ടീച്ചറേന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് രമ്യ മാമിനോട്. അവന്റെ മുഖത്തെ സന്തോഷമാണ് എനിക്ക്. മലയാളം, ഹിന്ദി, അറബി ഈ 3 വിഷയങ്ങൾ തീരെ അക്ഷരം പോലും അറിഞ്ഞൂടായിരുന്നു. ഫസ്റ്റ് മലയാളമാണ് പറഞ്ഞത്. ഇപ്പം ഏകദേശം ഒരു 10 ദിവസത്തോളായി തോന്നുന്നു ക്ലാസ്. നല്ല മാറ്റമുണ്ട്. ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല എന്റെ മോൻ ഇങ്ങനെ ആയി വരുമെന്ന്. കാരണം ഇപ്പൊ 6th അവൻ ആയത്. അപ്പോ ഞാൻ എത്രയോ ശ്രമിച്ചിട്ടും ഒരക്ഷരം പോലും പഠിപ്പിച്ചെടുക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല. ഏകദേശം ഒരു 10 ക്ലാസ് നമ്മൾക്ക് സജന മാം അത് നേടിയെടുത്തു. വളരെ സന്തോഷമുണ്ട്. സാർ ഇപ്പം ക്ലാസ് എടുത്ത പോലെ ഞാൻ എന്റെ മോനെ എല്ലാ കാര്യത്തിലും കുറ്റപ്പെടുത്താറുണ്ട്. എനിക്ക് അതിനാവുമല്ലോ, പഠിക്കാൻ പറ്റൂലല്ലോ, ബാക്കി എല്ലാത്തിനാകുന്നുണ്ടല്ലോ, എന്താ പഠിക്കാൻ പറ്റാത്ത ഞാൻ തന്നെ ചോദിക്കാറുണ്ട് എന്റെ മോനോട്. ഇൻഷാ അല്ലാഹ് നല്ല മാറ്റമുണ്ട്. ബാക്കി വിഷയങ്ങൾ കൂടി ഒരു 2-3 മാസത്തോളം ക്ലാസ് കിട്ടിയാൽ ശരിയാവും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഞാൻ അബ്ദുൽ അസീസ് കൊടിയത്തൂർ സ്വദേശിയാണ്. എൻ്റെ മകൻ മുഹമ്മദ് ആദിൽ 6ാം ക്ലാസ്സിലാണ് ഇപ്പോൾ നിലവിൽ പഠിക്കുന്നത്. ഒരു 3 മാസമായിട്ട് അവന് വെക്കേഷനിൽ അവനെ ഇൻലൈറ്റിൽ ചേർത്തിയതായിരുന്നു. ചേർത്തുമ്പോൾ അവന് ഇംഗ്ലീഷിൽ ശരിക്കും വായിക്കാനോ കറക്റ്റായിട്ട് എഴുതാനോ അറിയില്ല. എഴുതും, പക്ഷേ അക്ഷരം സ്പെല്ലിങ് മിസ്റ്റേക്ക് ചെയ്ത് എഴുതുള്ളായിരുന്നു. ഇപ്പോൾ അൽഹംദുലില്ലാഹ് അത്യാവശ്യം നല്ല വായിക്കാനും കഴിയുന്നുണ്ട്, എഴുതാനും കഴിയുന്നുണ്ട്. നല്ല മാറ്റം വന്നിട്ടുണ്ട്. അവന് ഇനിയും മറ്റു വിഷയങ്ങളിലേക്ക് കൂടി ആഡ് ചെയ്യണമെന്നുണ്ട്. മലയാളം, ഹിന്ദിയും അതുപോലെ തന്നെ അറബിയും. അപ്പോൾ അതിലൊക്കെ അവനക്ക് ക്ലാസ് കൊടുക്കണമെന്നുണ്ട്. പക്ഷേ ഇംഗ്ലീഷ് ഞാൻ കണ്ടിടത്തോളം ഉഷാറായതുകൊണ്ട് അതിലേക്കും കൂടി ഇൻഷാ അല്ലാഹ് അടുത്ത മാസം മുതൽ അവനെ അതിലേക്ക് എൻട്രൽ ചെയ്യിക്കണം അങ്ങനെ വിചാരിച്ചത്. നമ്മൾ വിചാരിച്ച മാതിരിയല്ലായിരുന്നു. ഇപ്പോൾ വിചാരിച്ചേക്കാട്ടും ഉഷാറായിട്ട് അവന് വായിക്കാനും എഴുതാനൊക്കെ അവന് കഴിയുന്നുണ്ട്. അത് ഇംഗ്ലീഷിന് ഒരു മികവ് തന്നെയാണ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഇൻലൈറ്റിൻ്റെ നമ്മളെ കുട്ടികളെ ചേർത്തിട്ടുണ്ടെങ്കിൽ വെറുതെ ആവില്ല, അവർ ഉഷാറായിക്കോളും ഇൻഷാ അല്ലാഹ്. നമ്മൾ
കുറേ ശ്രമിച്ചതാണ്. 6 കൊല്ലം മക്കളെ, എൻ്റെ മോനെ LKG UKG പിന്നെ 6ാം ക്ലാസ് വരെ, ഇപ്പോൾ സ്റ്റാൻഡേർഡ് കഴിഞ്ഞ് 6ാം ക്ലാസ് വരെ എന്നിട്ടും ഇതുവരെ മാറ്റം വരുത്താത്തത് അവർ 2-3 മാസം കൊണ്ട് മാറ്റം വരുത്തിയത് കൊണ്ട് നല്ല മാറ്റം മോനിൽ കണ്ട്. അതുകൊണ്ട് ഇൻലൈറ്റിനോട് വളരെ താങ്ക്സ് പറയാണ്. എൻ്റെ മോൻ്റെ ഭാവിയിൽ നല്ലൊരു വഴിത്തിരിവാകാൻ ഇൻലൈറ്റ് സഹായിച്ചു എന്ന് എനിക്ക് നല്ല ഉറപ്പ് തരുത്താവുന്നതാണ്. എല്ലാവർക്കും ഇൻലൈറ്റ് വഴി പ്രവർത്തിക്കുന്ന എല്ലാവർക്കും എൻ്റെ എല്ലാവിധ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും.